തിരുവനന്തപുരത്തെ ആറ്റുകാൽ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം. ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ ഇതിഹാസമനുസരിച്ച് കണ്ണകി ഒരു ധനികനായ കോവലനെ വിവാഹം കഴിച്ചു. അവരുടെ വിവാഹത്തിനുശേഷം കോവലൻ മാധവി എന്ന നർത്തകിയെ കണ്ടുമുട്ടുകയും തന്റെ സമ്പത്തെല്ലാം അവൾക്കായി ചിലവഴിക്കുകയും ഭാര്യയെ അവഗണിക്കുകയും ചെയ്തു. പണമെല്ലാം നഷ്ടമായപ്പോൾ കോവലൻ കണ്ണകിയുടെ അടുക്കലേക്ക് മടങ്ങി. ഭർത്താവിനെ കണ്ണകി സ്നേഹപൂർവ്വം സ്വീകരിക്കുകയും തന്റെ വിലപിടിപ്പുള്ള ഒരു ചിലമ്പ് വിൽക്കാൻ കൊടുത്തയക്കുകയും ചെയ്തു. കോവലൻ മധുരനഗരത്തിലെത്തി ചിലമ്പ് വിൽക്കാൻ ഒരു തട്ടാനെ സമീപിച്ചു. യാദൃച്ഛികമായി മധുരരാജ്ഞിയിൽ നിന്ന് കണ്ണകിയുടേതിന് സമാനമായ ഒരു ചിലമ്പ് മോഷ്ടിക്കപ്പെട്ട സമയമായിരുന്നു അത്. കോവലൻ ചിലമ്പ് വിൽക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾ കള്ളനാണെന്ന് തെറ്റിദ്ധരിക്കുകയും വിചാരണ കൂടാതെ രാജാവിന്റെ പട്ടാളക്കാർ ശിരച്ഛേദം ചെയ്യുകയും ചെയ്തു. ഇതറിഞ്ഞ കണ്ണകി കോപാകുലയായി തന്റെ മറുചിലമ്പുമായി രാജാവിന്റെ അടുത്തേക്ക് ഓടി. രാജ്ഞിയുടേതിൽ മുത്തുകളടങ്ങിയിരുന്നപ്പോൾ മാണിക്യങ്ങളടങ്ങിയ ഒരു മറുചിലമ്പ് അവൾ എറിഞ്ഞുടച്ചു. അതിൽ നിന്നും മാണിക്യക്കല്ലുകൾ തെറിച്ചുവീണു. തന്റെ തെറ്റു മനസ്സിലായ രാജാവ് കണ്ണകിയോട് മാപ്പപേക്ഷിക്കുകയും കുറ്റബോധത്താൽ മനം നൊന്തു മരിക്കുകയും ചെയ്തു. ക്രോധമടങ്ങാതിരുന്ന കണ്ണകി മധുരനഗരം കത്തിയെരിയാൻ ശപിച്ചു. കണ്ണകിയുടെ പാതിവൃത്യം കാരണം ശാപം നിറവേറി. നഗരത്തിന്റെ ദേവതയായ മധുര മീനാക്ഷിദേവി പ്രത്യക്ഷപ്പെട്ടതിനുശേഷം കണ്ണകി ശാപമോക്ഷം നൽകി. അവിടുന്ന് യാത്രയായ കണ്ണകി ഒരു പെൺകുട്ടിയുടെ രൂപം സ്വീകരിച്ചു. ആറ്റുകാൽ പ്രദേശത്തെ മുഖ്യ തറവാടായിരുന്നു മുല്ലവീട്ടിൽ തറവാട്. അവിടുത്തെ പരമസാത്വികനായിരുന്ന കാരണവർ ഒരു ദിവസം കിള്ളിയാറ്റിൽ കുളിക്കവേ ഒരു ബാലിക പ്രത്യക്ഷപ്പെട്ടു. തന്നെ ആറിനക്കരെ എത്തിക്കാമോ എന്ന് ബാലിക കാരണവരോട് ചോദിച്ചു. കാരണവർ 6 മുറിച്ച് ബാലികയെ അക്കരെ എത്തിച്ചു. സമീപത്തുള്ള തന്റെ ഭവനത്തിലേക്ക് കാരണവർ ബാലികയെ കൂട്ടിക്കൊണ്ടുപോയി. ഭക്ഷണമൊരുക്കുന്നതിനിടെ ബാലിക അപ്രത്യക്ഷമായി. അന്നു രാത്രി അദ്ദേഹത്തിന് ഒരു സ്വപ്നദർശനമുണ്ടായി. സ്വപ്നത്തിൽ വന്നത് സാക്ഷാൽ ആദിപരാശക്തിയായിരുന്നു. അടുത്തുള്ള കാവിൽ തന്റെ ത്രിശൂലം കൊണ്ട് 3 വരകൾ അടയാളപ്പെടുത്തിയ സ്ഥലത്ത് തനിക്കായി ഒരു വാസസ്ഥലമൊരുക്കണമെന്നാവശ്യപ്പെട്ടു. പിറ്റേന്ന് രാവിലെ അദ്ദേഹം അവിടെ പോയി നോക്കിയപ്പോൾ 3 അടയാളങ്ങൾ കണ്ട് അത്ഭുതപ്പെട്ടു. തന്റെ മുന്നിൽ വന്നത് സാക്ഷാൽ ദേവിയാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം അവിടെ ഒരു ക്ഷേത്രം പണിതു. ആ ക്ഷേത്രമാണ് പ്രശസ്തമായ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം. അനീതിക്കെതിരെ ജ്വലിച്ച ആ വിപ്ലവനായിക തന്റെ കനൽ വഴികൾ താണ്ടി ആറ്റുകാലിലെത്തിയത് ഒരു കുഞ്ഞു ബാലികയായാണ്. അന്നാ പെൺകുട്ടിക്ക് നൽകിയ സ്നേഹവിരുന്നിന്റെ ഓർമ്മ പുതുക്കലാണ് ഓരോ ആറ്റുകാൽ പൊങ്കാലയും. അനീതിക്കെതിരെ ജ്വലിച്ച കണ്ണകി അവിടെ തന്റെ മക്കൾക്കായി അനുഗ്രഹം ചൊരിയുന്ന കാരുണ്യക്കടലായ ആറ്റുകാലമ്മയായി വാഴുന്നു.